കരൂർ ദുരന്തം നമുക്ക് നൽകുന്ന പാഠം എന്താണ്? കരൂർ ദുരന്തം തമിഴ്നാട്ടിലെ കരൂരിൽ നടന്ന അപകടത്തിൽ 41ഓളം പേർ മരണപ്പെട്ടു. ആ മരണത്തിന്റെ വേദനയിലാണ് തമിഴ്നാട്ടിലെ ജനസമൂഹം എന്നും അറിയാം. പക്ഷേ വരുത്തി വെച്ച വിനയാണ് അല്ലെങ്കിൽ വിളിച്ചു വരുത്തിയ ദുരന്തമാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ഇതിനെ സിനിമാ നടന്മാരോടുള്ള ആരാധന മൂത്ത് അത് ഭ്രാന്തായി മാറുന്ന ഒരവസ്ഥയിലേക്ക് എത്തപ്പെടുന്നത് ഒരു വല്ലാത്ത രോഗാവസ്ഥയാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇതിൽ ഈ രോഗത്തിൽ ഏറ്റവും മുമ്പിലാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ. എങ്കിൽ കൂടിയും തമിഴ്നാട് അതിൽ ഒരു പടി മുന്നിലാണ്. നായക നടന്മാരെ ഇങ്ങനെ വാനോളം പുകഴ്ത്തുകയും അവർ പറയുന്ന വാക്കുകൾ സ്വന്തം ജീവിതത്തിലേക്ക് പകർത്താൻ ശ്രമിക്കുകയും അവർ എത്തുന്ന ഇടങ്ങളിലൊക്കെ രാവും പകലുമില്ലാതെ നട്ടുച്ചയ്ക്ക് പോലും കാത്തു നിൽക്കാൻ കഴിയുന്ന തരത്തിലേക്ക് തരംതാണുമൂണ സമീപനം സ്വീകരിക്കുന്ന ഒരവസ്ഥയിലേക്ക് ഈ ജനത എത്തുന്നത് പരിതാപകരമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഈ കരൂരിൽ നമ്മൾ സംഭവിച്ചതും അത് തന്നെയാണ്. TVK എന്ന് പറയപ്പെടുന്ന ഒരു പാർട്ടി, ആ പാർട്ടിയുടെ നേതാവായിട്ടുള്ള വിജയ് എന്ന് പറയപ്പെടുന്നത് സിനിമാ നടനാണ്. ആ സിനിമാ നടൻ എത്തപ്പെടുന്ന ഇടത്തേക്ക് ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടുന്നു. ഇത്തരത്തിൽ ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങിക്കൂടുന്ന ഇടത്തേക്ക് വിജയ് എത്തുമെന്ന് പറഞ്ഞിരുന്നത് അന്നേ ദിവസം ഉച്ചയ്ക്ക് 2 മണിക്കായിരുന്നു. എന്നാൽ അദ്ദേഹം എത്തിയത് അന്ന് വൈകുന്നേരം 7:40 അങ്ങനെ മണിക്കൂറുകളോളം ഈ നട്ടുച്ച വെയിലും കൊണ്ട് വിജയ് എന്ന് പറയപ്പെടുന്ന നടനെ കാണുവാൻ നിൽക്കുന്ന ആരാധകരായ സ്ത്രീകളും പുരുഷന്മാരും കുഞ്ഞുങ്ങളും അടക്കമുള്ളവർ അവിടെ കാത്തുനിന്നു. മരണത്തിൽ ഈ കുഞ്ഞുങ്ങൾ അടക്കമുണ്ടായിരുന്നു എന്നുള്ളതാണ് ഏറ്റവും ദയനീയമായ വസ്തുത എന്ന് പറയുന്നത്. അപ്പോൾ ഒരു രാഷ്ട്രീയക്കാരനാകാനുള്ള എന്തൊക്കെ ക്വാളിറ്റിയാണ് വിജയ് എന്ന് പറയപ്പെടുന്ന സിനിമാ നടനുള്ളത്? വിജയ് എന്ന് പറയപ്പെടുന്ന സിനിമാ നടൻ പല വേഷങ്ങൾ കെട്ടിയാടിയിട്ടുണ്ട് അഭ്രപാളികളിൽ. അവിടെ ഡോക്ടറായും എഞ്ചിനീയറായും സാധാരണക്കാരനായും രാഷ്ട്രീയക്കാരനായും പോലീസുകാരനുമായിട്ടൊക്കെ അഭിനയിച്ച് തകർത്തിട്ടുമുണ്ടായിരിക്കാം. അതൊക്കെ ഈ ആരാധകരിൽ ആവേശം ഉണ്ടാക്കിയിരിക്കാം, അതിലും മാറ്റമൊന്നുമില്ല. പക്ഷേ അത്തരത്തിലുള്ള ആവേശങ്ങളൊക്കെ ആ സിനിമയുടെ 2.5 മണിക്കൂറോ 3 മണിക്കൂറോ കഴിയുമ്പോൾ നമ്മൾ ഉപേക്ഷിക്കണം. നമ്മളായി മാറി നമ്മുടെ ജീവിതത്തിലേക്ക് മടങ്ങി വരണം. അതിന് കഴിയാതായി പോകുമ്പോഴാണ് ആരാധന മൂത്തത് ഭ്രാന്തായി മാറുന്നത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. അങ്ങനെ ആരാധന മൂത്ത് ഭ്രാന്താകുന്ന തരത്തിലേക്ക് തമിഴ്നാടിന്റെ ഒരു വർഗം മുഴുവൻ എത്തപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടാകാറുണ്ട് എന്നുള്ളതാണ്. പക്ഷേ മറ്റു ചില കാര്യങ്ങൾ കൂടി സൂചിപ്പിക്കേണ്ടതുണ്ട്. അണ്ണാ DMKയും DMKയും ഒക്കെ അവിടെ കെട്ടിപ്പടുത്തതുമൊക്കെ ഇതുപോലുള്ള സിനിമാ നടന്മാരും സിനിമാ സംവിധായകരും ഒക്കെ ആയിട്ടുള്ള ആളുകളാണ്. തമിഴ്നാട്ടിൽ പലപ്പോഴും സിനിമാക്കാരോട് ഒരു വല്ലാത്ത അടുപ്പവും സ്നേഹവും ഒക്കെ അവിടുത്തെ ജനങ്ങൾക്കുണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ അവിടുത്തെ രാഷ്ട്രീയക്കാരായി മാറുന്നത് മിക്കപ്പോഴും സിനിമാ നടന്മാർ തന്നെയാണ്. മലയാളത്തിലൊഴികെ ചിലപ്പോൾ നമ്മുടെ കേരളത്തിൽ മലയാളികളാണ് അത്തരത്തിൽ സിനിമാ നായക നടന്മാരോട് അല്ലെങ്കിൽ സിനിമ അഭിനേതാക്കളോട് നടന്മാരോടൊക്കെ ഒരു അഭിനിവേശവും ഒരു ആരാധനയും ഒക്കെ ഉണ്ടെങ്കിലും ഒരു പരിധിക്കപ്പുറം അല്ലെങ്കിൽ ഒരു അതിര് കടന്നുള്ള ഒരു ആരാധനയോ ഭ്രാന്തമായിട്ടുള്ള ആവേശവും ഒന്നും കാണിക്കാറില്ല. ഇത്തരത്തിൽ ഒരു നടനെ കാണാൻ വേണ്ടിയിട്ട് ഉച്ചയ്ക്ക് 2 മണി മുതൽ വൈകുന്നേരം 7:40 വരെ അല്ലെങ്കിൽ 8 മണി വരെയൊക്കെ പോയി നിൽക്കുന്ന തരത്തിലേക്കുള്ള ഭ്രാന്തമായിട്ടുള്ള ആരാധനയൊന്നും നമ്മുടെ സാംസ്കാരികമായി ഉയർന്നു നിൽക്കുന്ന കേരളത്തിലെ മലയാളികൾക്കില്ല എന്നുള്ളതാണ് വസ്തുത. പക്ഷെ അവിടെയാണ് ആരാധന മൂത്ത് ഭ്രാന്തായിട്ട് അത് സിനിമാ നടൻ എന്നുള്ള ലേവലിൽ നിൽക്കുന്ന ഒരു വ്യക്തിയെ രാഷ്ട്രീയക്കാരനായി കാണാൻ ശ്രമിക്കുന്ന ജനങ്ങൾ എത്ര പക്വമതികളല്ല എന്നാണ് നമുക്ക് പറയാൻ കഴിയുന്നത്. വിജയ്ക്ക് എന്ത് രാഷ്ട്രീയ പാരമ്പര്യമാണുള്ളത്? വിജയെ പോലുള്ളൊരു നടന് എങ്ങനെയാണ് അവിടുത്തെ ജനങ്ങളുടെ സാധാരണ ജനങ്ങളുടെ പൾസ് മനസ്സിലാക്കാൻ കഴിയുക? അവരുടെ വിഷയങ്ങൾ, അവരുടെ ആധികാരികമായിട്ടുള്ള പ്രശ്നങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യങ്ങൾ, ഇതൊക്കെ എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക? ശീതീകരിച്ച മുറികളിലും സ്വർണ്ണക്കപ്പ് കൊണ്ട് ചായ കുടിക്കുകയും ചെയ്യപ്പെടുന്ന വിജയെപ്പോലുള്ള കോടീശ്വരന്മാർക്ക് അവിടുത്തെ സാധാരണക്കാരന്റെ വേദന എങ്ങനെയാണ് മനസ്സിലാക്കാൻ കഴിയുക?
ഇപ്പോൾ എല്ലാവരും പറയും ഇവന്റ് മാനേജ്മെന്റിനെ വെച്ചാൽ അവർ കണ്ടെത്തുകയും അവർ സർവേ നടത്തുകയും ചെയ്ത് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കും, അതിന്റെ അടിസ്ഥാനത്തിൽ ഭരിച്ചാൽ മതിയെന്ന്. ഭരിക്കുന്നതിനും വേണം ഒരു കഴിവ്, അതും ഒരു കലയാണ്. അത് ചെയ്യുവാനുള്ള കരുത്ത് രാഷ്ട്രീയക്കാരന്റെ വളരെ വർഷത്തെ എക്സ്പീരിയൻസുകളുടെ, അനുഭവങ്ങളുടെ ശാസ്ത്രം കൊണ്ട് രൂപീകരിക്കപ്പെടുന്നതാണ്. അതിനെ നിങ്ങളുടെ ഈ അഭിനയ പാടവം കൊണ്ട് മുതലാക്കാമെന്ന് വിചാരിച്ചാൽ അത് തെറ്റാണ്. അവിടെയാണ് വിജയ് തന്റെ അഭിനയമൊക്കെ മാറ്റിവെച്ചിട്ട് രാഷ്ട്രീയത്തിലേക്ക് കടന്ന തമിഴ്നാടിന്റെ മന്ത്രി പദം കസേര സ്വപ്നം കണ്ടുകൊണ്ട് മുന്നിലേക്ക് എത്തപ്പെടുന്നത്. അങ്ങനെ മുഖ്യമന്ത്രിയാകാൻ വേണ്ടി ചട്ടം കെട്ടി കോടികളുടെ സമ്പാദ്യം രാഷ്ട്രീയത്തിലേക്ക് ഇറക്കി അവിടെ ഒരു പുതിയ കസേര വലിച്ചിട്ടിരിക്കുവാനുള്ള ശ്രമത്തിന്റെ ഭാഗമായിട്ടാണ് പല സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള സമ്മേളനങ്ങൾ വെക്കുന്നത്. അതിലൊന്നായിരുന്നു കരൂരിൽ വെച്ചത്. എല്ലാ ആഴ്ചയിലും ഇങ്ങനെ സമ്മേളനങ്ങൾ വയ്ക്കാറുണ്ട് പല സ്ഥലങ്ങളിലും. അവിടെ കരൂരിൽ വെച്ച സമ്മേളനത്തിൽ നഷ്ടപ്പെട്ടു പോയത് 41 മനുഷ്യജീവനുകളാണ്. ആ മനുഷ്യജീവൻ ഏതെങ്കിലും തരത്തിലുള്ള ഒരു വില കൽപ്പിച്ചിരുന്നുവെങ്കിൽ ആ മരണം സംഭവിക്കപ്പെട്ട വേദിയിലോ ആ പരിസരങ്ങളിലോ അവരുടെ വീടുകളിലേക്കോ ചെന്ന് അവരുടെ ബന്ധുക്കളെ സാന്ത്വനിപ്പിക്കുവാനുള്ള ഒരു മനസ്സെങ്കിലും ഒരു ജനനേതാവിന് ഉണ്ടാകേണ്ടതല്ലേ? ഇതേ ചോദ്യം തന്നെയാണ് ഹൈക്കോടതി, മദ്രാസ് ഹൈക്കോടതിയും ചോദിച്ചത്. ഇതാണോ ഒരു നേതാവ് എന്ന്? വിജയെക്കുറിച്ചാണ്. അപ്പോൾ രാഷ്ട്രീയത്തിലേക്ക് കാലെടുത്ത് വെക്കുമ്പോൾ തന്നെ അണപടലം പതറിപ്പോകുന്ന ഒരു കാഴ്ചയാണ് വിജയുടെ ഈ ഒരു ശ്രമത്തിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നത്. DMK പോലൊരു പാർട്ടി, അവിടെ ഈ മുത്തുവേൽ കരുണാനിധി എന്ന് പറയപ്പെടുന്ന ഒരാളുണ്ടായിരുന്നു. ആ മുത്തുവേൽ കരുണാനിധിയുടെ മകൻ മുത്തുവേൽ കരുണാനിധി സ്റ്റാലിൻ എന്ന് പറയപ്പെടുന്ന MK സ്റ്റാലിൻ ഭരിക്കുമ്പോൾ അവരുടെ പാർട്ടി DMK എന്ന് പറയപ്പെടുന്ന പാർട്ടി അവിടെ 15 ലക്ഷത്തിലധികം പേരെ ഉൾക്കൊണ്ടുകൊണ്ട് വലിയ റാലികൾ സംഭവിപ്പിച്ചിട്ടുണ്ട്, നടത്തിയിട്ടുണ്ട്, സമ്മേളനങ്ങൾ നടത്തിയിട്ടുണ്ട്. അവിടെയൊന്നും ഈ അപകടം നമ്മൾ കണ്ടില്ല. അത് വളരെ കൃത്യമായിട്ടുള്ള അവരുടെ ഇടപെടലുകൾ കൊണ്ടാണ്, തീരുമാനങ്ങൾ കൊണ്ടാണ്. അപ്പോൾ ചില എക്സ്പീരിയൻസുകളിൽ ചില അനുഭവങ്ങൾ അതിനകത്ത് ഉണ്ടാകേണ്ടതുണ്ട്. ഒരു രാഷ്ട്രീയക്കാരനായിട്ട് മാറാൻ ശ്രമിക്കേണ്ടതുണ്ട്. നടനിൽ നിന്ന് രാഷ്ട്രീയക്കാരനിലേക്കുള്ള ട്രാൻസ്ഫോർമേഷൻ വിജയ്ക്ക് നടന്നിട്ടില്ല എന്നുള്ളതാണ്. അതുകൊണ്ട് വിജയ് എന്ന് പറയപ്പെടുന്ന നടൻ അദ്ദേഹത്തിന്റെ പാർട്ടി തട്ടിക്കുട്ടി ഉണ്ടാക്കി അവിടെ ഒരു രാഷ്ട്രീയം കളിച്ച് അതിൽ മുഖ്യമന്ത്രി പദം സ്വപ്നം കണ്ട് മുന്നോട്ട് വന്നപ്പോൾ നഷ്ടപ്പെട്ട 41 മനുഷ്യജീവന് വില പറയേണ്ടി വരും ശ്രീ വിജയ് എന്നുള്ള കാര്യം മറന്നു പോകരുത്. നിങ്ങൾ ചവിട്ടി മതിച്ച് കയറിപ്പോകുന്നത് സാധാരണക്കാരന്റെ നെഞ്ചിലൂടെയാണ്, അവന്റെ ശവത്തിൽ ചവിട്ടിയാണ്, അവന്റെ രക്തത്തിലൂടെയാണ് നിങ്ങൾ നടന്നു പോകുന്നത് എന്നുള്ളത് മറന്നു പോകരുത്. അതുകൊണ്ട് തന്നെ ഇതിന്റെ ഉത്തരവാദിത്വത്തിൽ നിന്ന് വിജയ് എന്ന് പറയപ്പെടുന്ന നടൻ ഒരിക്കലും മാറി നിൽക്കാൻ പറ്റില്ല. വിജയ് എന്ന് പറയപ്പെടുന്ന രാഷ്ട്രീയ നേതാവിന് ഒരിക്കലും മാറി സഞ്ചരിക്കാനും കഴിയില്ല. ജനങ്ങളുടെ പ്രശ്നങ്ങൾ അത് വളരെ കൃത്യമായി മനസ്സിലാക്കി അഭിമുഖീകരിച്ച് ആ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായിട്ടുള്ള പരിഹാരം കണ്ടെത്തുന്നവനാണ് നേതാവ്. ഇവനാണോ നേതാവ് എന്ന് ചോദിക്കുന്ന തരത്തിലേക്ക് ഒരു കോടതിയെ പോലും എത്തിച്ചുവെങ്കിൽ ജനങ്ങൾ ചോദിക്കണം, വിജയ് നീയാണോ ഒരു നേതാവ് എന്ന്. നിങ്ങൾക്ക് വളരെ വലിയ ഫാൻസ് ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. നിങ്ങൾ നല്ല നടനുമാണ്, അതിനൊന്നും ഒരു തരത്തിലും നമ്മൾ എതിരഭിപ്രായം പറയുന്നില്ല. പക്ഷേ നിങ്ങൾ കാണിച്ച 41 പേരുടെ മരണത്തിന് കാരണമായിട്ടുള്ള ആ ഒരു ദുരന്തം നടക്കുമ്പോൾ, ആ സംഭവം നടക്കുമ്പോൾ നിങ്ങൾ അവിടെ നിന്നും ഒളിവിൽ പോയത്, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ നിന്നും പറന്നുപോയി ചെന്നൈയിലേക്ക് പോയത് ശരിയായില്ല എന്നുള്ളതാണ്. പകരം നിങ്ങൾ ആ വേദിയിലേക്ക് എത്തണമായിരുന്നു, ആ സ്ഥലത്തെത്തണമായിരുന്നു, അവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടണമായിരുന്നു. അവിടെയാണ് ഒരു നേതാവ് എന്ത് ചെയ്യണമെന്ന് കാണിച്ചു കൊടുക്കേണ്ടിയിരുന്നത്. വളരെ മാതൃകാപരമായിട്ടൊരു സമീപനം സ്വീകരിക്കേണ്ടതായിരുന്നു. അത് നിങ്ങൾ ചെയ്തില്ല, അവിടെ നിങ്ങൾ പരാജയപ്പെട്ടു. അപ്പോൾ നിങ്ങൾ രാഷ്ട്രീയത്തിൽ നിങ്ങളുടെ ആദ്യത്തെ കാൽവെപ്പ് തന്നെ പതറിപ്പോയി എന്ന് പറയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, കരൂരിൽ ഇങ്ങനെ മണിക്കൂറുകളോളം കാത്തുനിന്ന് സിനിമാ നടനെ കണ്ട് നിർവൃതി കളയാൻ വന്നവർ മരണപ്പെട്ടു പോകുന്ന കാഴ്ച കണ്ടപ്പോൾ ഇനിയെങ്കിലും നമ്മൾ കരൂരിൽ നൽകുന്ന പാഠം എന്ന് പറയപ്പെടുന്നത് ഇങ്ങനെ ആരാധന മൂത്ത് ഭ്രാന്താകരുത് എന്നുള്ളതാണ്. ഇങ്ങനെ ആരാധന മൂത്ത് ഭ്രാന്താകുന്നവർക്കുണ്ടാകുന്നത്, ലഭിക്കുന്നത് എന്താണ്? മരണമാണ് എന്നുള്ളതാണ്, ജീവൻ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്തി ഇവിടുത്തെ നടന്മാരെയൊക്കെ വലിയ പദവികളിലേക്ക് എത്തിക്കേണ്ടതിന്റെ ബാധ്യത നിങ്ങൾക്കുണ്ടോ? ഇങ്ങനെ ചിന്തിക്കുവാൻ തമിഴ്നാട്ടിലെയും മക്കൾ ശ്രമിക്കണമെന്നുള്ളതാണ്. ഇവിടെ ഇതുമായി ബന്ധപ്പെട്ടിട്ട് മാതൃകാ നടപടികൾ സ്വീകരിക്കാൻ പോവുകയാണ് MK സ്റ്റാലിൻ. MK സ്റ്റാലിൻ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും തരത്തിൽ വിജയ്ക്ക് ഇതിനകത്ത് പങ്കുണ്ട് എങ്കിൽ വിജയ് അറസ്റ്റിലാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല എന്ന്. അതുകൊണ്ട് വിജയ് അറസ്റ്റ് ചെയ്യുവാനുള്ള നീക്കങ്ങളും നടക്കുന്നുണ്ട്. പക്ഷെ അതിനുള്ള കൃത്യമായ അന്വേഷണം നടത്തി ആ അന്വേഷണത്തിന് ശേഷം മാത്രമായിരിക്കും അത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുക. മാത്രമല്ല
അവർ പറഞ്ഞു ഇത്തരത്തിലുള്ള ദുരന്തത്തെ നമ്മൾ രാഷ്ട്രീയപരമായിട്ട് നേരിടുകയോ അല്ലെങ്കിൽ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയോ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞു. നല്ല കാര്യം, രാഷ്ട്രീയമായി ഉപയോഗിക്കാതിരിക്കട്ടെ. ഒരു ദുരന്തവും നമ്മൾ രാഷ്ട്രീയ നേട്ടത്തിനായിട്ട് ഉപയോഗിക്കരുത് എന്നുള്ളത് തന്നെയാണ്. അത് സ്റ്റാലിൻ്റെ ആയിരുന്നാലും ഇവിടെ പിണറായി ആയിരുന്നാലും അത്തരത്തിൽ ചെയ്യാതിരിക്കട്ടെ. കാരണം ദുരന്തങ്ങളെ എടുത്ത് ആഘോഷമാക്കുകയും ദുരന്തങ്ങളിൽ സന്തോഷം കൊള്ളുകയും ആ ദുരന്തങ്ങളുടെ ലാഭം ഉണ്ടാക്കിയെടുക്കുകയും രാഷ്ട്രീയ ലാഭം നേടുകയും ചെയ്യുന്നത് ഗതികേടാണ്. അതൊരു രാഷ്ട്രീയ പാർട്ടിക്കും ഭൂഷണമല്ല എന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം എന്താണ്? ഈ രാഷ്ട്രീയം മറന്ന് അല്ലെങ്കിൽ നടൻ എന്ന് പറയുന്ന വ്യക്തിയെ ഇങ്ങനെ വ്യക്തിപൂജ നടത്തി ആ നടന്റെ വ്യക്തിപ്രഭാവം കണ്ട് അദ്ദേഹം ജനങ്ങൾക്ക് എല്ലാ തരത്തിലുള്ള ഗുണഗണങ്ങൾ തികയുന്ന നായകനായിരിക്കുമെന്ന് സങ്കല്പിക്കുന്നിടത്താണ് ഇവരുടെ പരാജയം എന്ന് പറയേണ്ടിയിരിക്കുന്നു. തമിഴ്നാട്ടിലെ മക്കൾ ഇനിയെങ്കിലും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണത്. അവരുടെ ജീവിത സാഹചര്യങ്ങളെ മാറ്റിമറിക്കുന്ന തരത്തിലേക്ക് ഒരു രാഷ്ട്രീയക്കാരൻ പ്രവേശിച്ചാൽ ആ രാഷ്ട്രീയക്കാരൻ അവരുടെ ജീവിത സാഹചര്യങ്ങളെ തന്നെ മാറ്റിമറിക്കുമെന്ന് വിശ്വസിക്കുന്നിടത്താണ് ഈ നായകന്മാരെ സങ്കല്പിച്ച് അവർക്ക് വോട്ട് ചെയ്യുവാനായിട്ട് ഇവരിങ്ങനെ ക്യൂ നിൽക്കുന്നതും അയാളെ കാണുന്നതിന് വേണ്ടി മണിക്കൂറുകളോളം ഇങ്ങനെ എരിവെയിലെത്തി നിൽക്കുന്നത്. ഇത് ശരിയല്ല എന്നുള്ളതാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ദുരന്തവുമായി ബന്ധപ്പെട്ട്, കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ടിട്ട് ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം, ഏതെങ്കിലും തരത്തിലുള്ള അന്വേഷണത്തിൽ ബന്ധമുണ്ട് എന്ന് വിജയെ തെളിയിച്ചു കഴിഞ്ഞാൽ വിജയെ അറസ്റ്റ് ചെയ്യേണ്ടതിനാണ്. ഏത് നടനാണെങ്കിലും ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും നിയമം എല്ലാവർക്കും തുല്യമാണ്, ബാധകമാണ് എന്ന് കൂടി പറയട്ടെ. അതുകൊണ്ട് MK സ്റ്റാലിൻ പറഞ്ഞതുപോലെ ഈ പറയുന്ന കാര്യങ്ങളിൽ കരൂരിൽ നടന്ന ദുരന്തവുമായി ബന്ധപ്പെട്ട് ഏതെങ്കിലും തരത്തിൽ അന്വേഷണം നടക്കുമ്പോൾ ആ അന്വേഷണത്തിൽ ഏതെങ്കിലും ഒരു പങ്ക് വിജയ്ക്കുണ്ട് എങ്കിൽ വിജയ് അറസ്റ്റിലാകുന്നത്. വിജയ്ക്കില്ല എന്ന് പറയാൻ കഴിയില്ലല്ലോ. വിജയ് 2 മണിക്ക് വരേണ്ട ആളെ 7:40 വരികയും അത്രയും സമയം നിന്നതിന് ശേഷം വെള്ളക്കുപ്പികൾ ഈ ജനങ്ങളുടെ മുമ്പിലേക്ക് വലിച്ചെറിയുകയും ചെയ്യുന്ന കാഴ്ചയും നമ്മൾ കണ്ടതാണ്. അതിനുശേഷമാണ് അത് സ്വീകരിക്കുന്നതിന് വേണ്ടിയിട്ട് തള്ളിച്ചയിലാണ്, അവിടെയാണ് ആ ദുരന്തം ഉണ്ടായത് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ജനങ്ങളുടെ അല്ലെങ്കിൽ ഈ പറയുന്ന തമിഴ്നാട്ടിലെ ജനങ്ങളുടെ ആരാധകരുടെ അവരുടെ ഒരു മാനസികാവസ്ഥ എന്ന് പറഞ്ഞാൽ സ്വന്തം തലൈവർ കൈകൊണ്ട് തൊട്ട വെള്ളക്കുപ്പി എടുക്കുവാൻ എല്ലാവരും കൂടി ഒന്നിച്ചെത്തുമ്പോഴാണ് ഇത്തരത്തിലുള്ള അപകടത്തിലേക്ക് അത് പോകുന്നത്. ആ വെള്ളക്കുപ്പി എറിയാതിരുന്നെങ്കിലോ ചിലപ്പോൾ ഈ സംഭവങ്ങളൊന്നും നടക്കില്ലായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. ഇനി നമുക്കതിന് രാഷ്ട്രീയ മാനം കൊടുത്തത് കൊണ്ടോ രാഷ്ട്രീയപരമായിട്ട് അതിനെ നേട്ടമാക്കാൻ ശ്രമിക്കുന്നത് കൊണ്ടൊന്നും യാതൊരു തരത്തിലുള്ള കാര്യവുമില്ല എന്ന് കൂടി പറഞ്ഞോട്ടെ. ഇവിടെ ഈ ദുരന്തത്തെ ആഘോഷമാക്കാൻ ആരെങ്കിലും ശ്രമിച്ചിട്ടുണ്ട് എങ്കിൽ അത് തെറ്റാണ്. വിജയ് ചെയ്ത തെറ്റ് ഈ തരത്തിൽ ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും അവരെ കാണുന്നതിന് പകരം അവരെ കാണാതെ പോവുകയും ചെയ്തതാണ് തെറ്റ്. അപ്പോൾ തൻ്റെ നടനെന്ന ഒരു ആരാധന വെച്ച് ജനങ്ങൾ എത്തിച്ചേരുകയും ആ നടന്റെ ആരാധനയെ വിൽക്കാനുള്ള ശ്രമം നടത്തി അത് വോട്ട് ബാങ്കാക്കി നടത്തുവാൻ നിങ്ങൾ നടത്തിയ രാഷ്ട്രീയ പേക്കൂത്താണ് 41 പേരുടെ ജീവൻ എടുത്തത് എന്നുള്ള കാര്യം നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ വിജയ് ചെയ്ത തെറ്റ് ഇതാണെങ്കിൽ വിജയ്ക്ക് ശിക്ഷ ലഭിക്കുക തന്നെ വേണം. സ്വന്തമായിട്ട് അഭിനയവും മറ്റുള്ള കാര്യങ്ങളുമായി നടന്ന വിജയ് ഒരു സുപ്രഭാതത്തിൽ അതെല്ലാം ഊരിവെച്ച് ഞാൻ രാഷ്ട്രീയക്കാരനായേക്കാം എന്ന് പറഞ്ഞ് ഇറങ്ങിത്തിരിക്കുമ്പോൾ എന്തായിരിക്കും അതിന് ശേഷം നടക്കാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ധാരണ കൂടിയെങ്കിലും ഈ മനുഷ്യന് വേണ്ടിയിരുന്നതല്ലേ? അതുപോലും നോക്കാതെ ഒരു പാർട്ടി ഉണ്ടാക്കി അതിന്റെ അനിഷേധ്യനായ നേതാവ് താനാണ് എന്ന് പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകുന്ന തമിഴ്നാട് രാഷ്ട്രീയത്തിൽ ഇതൊക്കെ നടക്കുമ്പോൾ അവിടെ ഇതും ഇതിനപ്പുറവും നടക്കും. പക്ഷെ ഇനി വരാൻ പോകുന്ന അപകടങ്ങൾ ഇനി ഉണ്ടാകാതിരിക്കണമെന്നുള്ള പ്രാർത്ഥനയാണ് നമുക്കുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള നടന്മാരെ പ്രോത്സാഹിപ്പിക്കുകയും നടന്മാരെ രാഷ്ട്രീയത്തിലേക്ക് കൊണ്ടുവരികയും ചെയ്യുന്നത് ഒരു പൊതുസമൂഹത്തിന്, ജനാധിപത്യ വ്യവസ്ഥിതിയിൽ നിൽക്കുന്ന ഒരു പൊതുസമൂഹത്തിന് ചേർന്നതല്ല, ഭൂഷണമല്ല എന്ന് തന്നെയാണ് പറയാനുള്ളത്. സാംസ്കാരികമായി ഉയരേണ്ടതുണ്ട്. എല്ലാ അർത്ഥത്തിലും സാംസ്കാരികമായി ഉയർന്ന് വിദ്യാഭ്യാസ മേഖലകളിൽ ഉയർന്ന് അങ്ങനെ ഒരു സംസ്ഥാനം വീണ്ടും കുറച്ചുകൂടി പുരോഗതിയിലേക്ക് എത്തേണ്ടതുണ്ട്, കുറച്ചുകൂടി ചിന്തിക്കേണ്ടതുണ്ട്. വിജയ് പോലുള്ള ഒരാൾ ചെയ്തു കൂട്ടിയ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളെ ഒരിക്കലും തന്നെ അംഗീകരിക്കാൻ കഴിയില്ല എന്ന് കൂടി പറഞ്ഞുകൊള്ളട്ടെ.